മൂക്ക് ഇഷ്ടമില്ലാത്ത പല ആൾക്കാരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വന്നിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എൻ്റെ മൂക്ക് ശരിയാക്കണം, മൂക്കിന് വളവുണ്ട്, അല്ലെങ്കിൽ മൂക്കിനൊരു പ്രൊജക്ഷനുണ്ട്, ഒരു ഹംപ് റിഡക്ഷൻ ചെയ്തു തരണം, അല്ലെങ്കിൽ മൂക്കിന് ഹൈറ്റ് കുറവാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. ഫങ്ഷണൽ സർജറീസ് ഉണ്ട്. ഫങ്ഷണൽ സർജറീസ് മിക്കവാറും സെപ്റ്റം അത് വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ സെപ്റ്റോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് ബ്രീത്തിങ് കറക്ഷനാണ് നമ്മൾ ഫങ്ഷണൽ സർജറീസ് ഉണ്ടാകുന്നത്. ബട്ട് യൂഷ്വലി എല്ലാ സർജറീസും നമ്മൾ മൂക്ക് തുറന്ന് എന്നിട്ട് അതിൻ്റെ പൊസിഷനെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ സപ്പോസ് ഇപ്പം മുകളിലൊരു ഡോസൽ ഹംപ് ഉണ്ടെങ്കിൽ നമ്മൾ ഹംപ്പിനെ റിഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഇവിടെ നമുക്ക് കുറച്ച് വീതി കൂടുതലായിരിക്കും, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീതി അവിടെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാർക്ക് മൂക്കിൻ്റെ അറ്റത്ത് ഭയങ്കര ബൾബസ് ടിപ്പായിരിക്കും, അതിനെ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഈ തൊലി, ഇവിടുത്തെ തൊലി ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് കാണാറുണ്ട്. എണ്ണമയവും കട്ടിയൊക്കെ ഉള്ള ആൾക്കാർ, ആ തൊലിയൊക്കെ അതിനെ നമുക്ക് അകത്തുനിന്ന് അതിൻ്റെ തൊലിനെ കുറച്ചും കൂടി തിന്നാക്കിയിട്ട് കുറച്ചും കൂടി ഒരു ഡെഫിനേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്യാം. ചില ആൾക്കാർക്ക് ആക്ച്വലി മൂക്ക് കുറേ വൈഡായിരിക്കും. ആ വൈഡ് മൂക്കിനെ നമുക്ക് കുറച്ചും കൂടി ഏലാർ വിഡ്ത്ത് റിഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാർക്ക് മൂക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അതിനെ നമുക്ക് തിരിച്ച് ബാക്കിലോട്ടാക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മൂക്കിനകത്ത് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരുടെ ഇവിടുത്തെ ഈ സൈഡ് ഏല ഇങ്ങനെ ഹാങ്ങിങ് ആയിരിക്കും, ഇങ്ങനെ ഒരു കർട്ടന്മാർ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, അതിനെ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. യൂഷ്വലി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ എന്തെങ്കിലും ടേപ്പിംഗ് ഒക്കെ വെച്ചെന്ന് വെച്ചാൽ വീക്കം കുറഞ്ഞ് കിട്ടും. ഒരു 3 മാസത്തിനകത്ത് ഫൈനൽ പിക്ചർ കിട്ടാൻ ഉള്ള രീതിയിലുണ്ട്. ചില ആൾക്കാർക്ക് 3 മാസത്തിന് പകരം ചിലപ്പോൾ 6 മാസം വരെ എടുക്കും നീര് കംപ്ലീറ്റ്ലി വറ്റിപ്പോവാൻ വേണ്ടിയിട്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 1 വീക്ക് മിനിമം നമുക്ക് അതിനകത്ത് പുറത്ത് പ്ലാസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ വൺസ് യു ഗെറ്റ് എ സാറ്റിസ്ഫാക്ടറി റിസൾട്ട്, ഇറ്റ് വിൽ ബി ലൈഫ് ലോങ്. അതാണ് റൈനോപ്ലാസ്റ്റിയുടെ അഡ്വാൻറ്റേജ്.